ദൈവം നിനക്ക് വേണ്ടി കരുതിയ ദേശത്ത് നിന്നെ നടും. നിന്നെ പറിച്ചു കളയാൻ, നിന്നെ തകർത്ത് കളയാൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു ദേശമുണ്ട്. ആ ദേശത്ത് ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നടും. നിന്നെ തകർത്ത് കളയാൻ, നിന്നെ തീർത്തു കളയാൻ, നിന്നെ പറിച്ചു കളയാൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയില്ല. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഈ പകലിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് കൈമാറാൻ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമോസിൻ്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയുവാൻ ആർക്കും കഴിയില്ല എന്ന് നിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അതേ പ്രിയരെ, ആമോസ് ദൈവാത്മാവിൽ പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നത്. ഈ പകൽ വിശ്വസിക്കാമോ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തരുന്നൊരു ദേശമുണ്ട്. എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് അനുഭവിക്കുന്ന നിങ്ങളുടെ വേദന, ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ ഭാരം, നിൻ്റെ ആകുലത, നിൻ്റെ ശൂന്യതകൾ എല്ലാം മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രിയരെ, ദൈവമാക്കി വയ്ക്കുന്നൊരു ദേശമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു ദേശമുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ആ ദേശം ഞാൻ നിനക്കും നിൻ്റെ സന്തതികൾക്കും അവകാശമായി തരും. ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒത്തിരി ഞെരുങ്ങി ആകുലപ്പെട്ട് നാളെ എന്തെന്നറിയാൻ കഴിയാതെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, എവിടെയൊക്കെ ശൂന്യത അനുഭവിച്ച്, ദൈവദാസനെ, ഇനി എൻ്റെ ജീവിതത്തിനകത്തൊരു മുന്നോട്ടൊരു വളർച്ചയുണ്ടോ, ഒരു ജീവിതമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് കൃത്യമായി ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്. അതേ പ്രിയരെ, വചനം അങ്ങനെയാ പറയുന്നേ. ആമോസിൻ്റെ പ്രവചന പുസ്തകം അങ്ങനെയാ പറയുന്നേ: ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശം, അവരെ ആക്കി വച്ചിരിക്കുന്ന ദേശം. ഇപ്പകൽ ദൈവത്തോട് ചോദിക്കാമോ, കർത്താവേ, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ, അവരുടെ ഭാവിയെ, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന ദേശത്തേക്ക് ഞങ്ങളെ എത്തിക്കണമേ. പ്രിയരെ, ആ ദേശത്തെത്തുക, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പദ്ധതി നിറഞ്ഞു നിൽക്കുന്ന, നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ആ ദേശം, ആ പട്ടണത്തിൽ എത്തുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഞാനിങ്ങനെ പറയാം, യോസേഫിന് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നത് ഇസ്രായേലല്ല. യോസേഫിന് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നത്, അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നത് മിസ്രൈമാണ്. അബ്രഹാമിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് കൽദയ പട്ടണമല്ല, മെസപ്പൊട്ടോമിയയുടെ കൽദയ പട്ടണമല്ല. അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നത്, ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അതേ പ്രിയരെ, പുതുനിയമത്തിൽ വന്നു കഴിഞ്ഞാൽ വചനം പറയുന്നു, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലെത്തി. ശമരിയ പട്ടണത്തിലെത്തിയപ്പോൾ ഫിലിപ്പോസിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. അതുപോലെ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്, പഴയ നിയമത്തിനകത്ത് 3 ശുശ്രൂഷ ചെയ്ത ഏക വ്യക്തി അത് ശമൂവേലാണ്. ശമൂവേൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്: രാമയിൽ പാർത്തു, ദൈവത്തെ ശുശ്രൂഷിച്ചു പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമൂവേലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളവും, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, വെള്ളവും വളവും
ആമേൻ സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായത് രാമയിലാണ്. അതുകൊണ്ടാണ് അവൻ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി മാറിയത്. അതുപോലെ ഈ പകൽക്കാലം നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിൻ്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു ദേശം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു പട്ടണം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു രാജ്യം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ വിശ്വസിക്കുക. ഇന്നത്തെ ആകുലതകൾ, ഇന്നത്തെ ഞെരുക്കങ്ങൾ, ഇന്നലത്തെ ആവലാതികൾ, ഇന്നത്തെ ശൂന്യതകളെല്ലാം മാറുന്ന ഒരു ദൈവം നിന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആമോസ് പറയുന്നത്, ദൈവം അവർക്ക് കൊടുത്ത ദേശം. ഈ പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം തന്നൊരു ദേശമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ദേശമായിരിക്കാം, ഇനി ദൈവം നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്താൻ പോകുന്ന ദേശമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എവിടെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഞാൻ ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവം ആക്കി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നിനക്കു തരുന്ന ദേശത്ത് ദൈവം നിന്നെ നടും. അമ്മേൻ ആമേൻ. ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും തകർന്നു പോയൂ, ഇനിയൊരു ജീവിതമുണ്ടോ, ഇനി ഉയർച്ചയുണ്ടോ, ഇനിയൊരു വളർച്ചയുണ്ടോ, ഇനി എനിക്കൊരു വളർച്ചയുടെ സീസൺ ഉണ്ടോ എന്നൊക്കെ ആകുലതയോടെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ആമേൻ. ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ വളർത്തും. അമ്മേൻ. ആരും ഈ ദൂത് സ്കിപ്പ് ചെയ്തു പോകരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വളർത്തും. എങ്ങനെയാണ് വളർത്തുന്നത്? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദേശത്ത് നടും. ദേശത്ത് ദൈവം നടുമ്പോൾ നിന്നെ പറിച്ചു കളയാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. നമ്മളെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയം വരുന്നത്. നമ്മളെ ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും അപകടം വരുന്നത്. നമ്മൾ തന്നെ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് പല വാതിലുകളും നമ്മുടെ മുൻപിൽ അടയുന്നത്. നമ്മളെ തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ ചിന്തകൾ മുഖാന്തരം നമ്മൾ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ വരുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ തന്നെ വളരാൻ ശ്രമിക്കേണ്ട. ദൈവത്തിൻ്റെയോട് പറയാമോ, ഈ പ്രഭാതത്തിൽ പറയാമോ, കർത്താവേ, നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദേശം, അല്ലെങ്കിൽ നീ എന്നെ ആക്കിയിരിക്കുന്ന ദേശം, നീ എന്നെ നട്ടിരിക്കുന്ന ദേശത്ത് നീ എന്നെ വളർത്തണമേ. അമ്മേ. അതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ എന്നുള്ളത്. ദൈവം നമ്മെ ഒരു നാൾ നടും. എവിടെ? ദൈവം കരുതുന്ന ദേശത്ത് നടും. ഞാൻ ഈ ദൂതിങ്ങനെ കൈമാറുമ്പോൾ ഏതൊക്കെ കൂടാരത്തിനകത്ത് അസാമാന്യമായ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ ദൈവം ചെയ്യുകയാണ്. അമ്മേൻ. ദൈവം നിനക്ക് വേണ്ടി ഒരു കരുതിയിരിക്കുന്ന ഒരു ദേശമുണ്ട്. മേ ബി അത് കേരളമായിരിക്കാം, കേരളത്തിലെ 14 ജില്ലകളിൽ ഒന്നായിരിക്കാം, മേ ബി ഇന്ത്യയിലൂടെ വേറെ ഏതെങ്കിലും സംസ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കാം, യൂറോപ്പായിരിക്കാം, അമേരിക്ക ആയിരിക്കാം. ഏത് രാജ്യമായിക്കൊള്ളട്ടെ, ഏത് ദേശമായിക്കൊള്ളട്ടെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദേശം, അല്ലെങ്കിൽ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന ദേശം, ദൈവം നിനക്ക് തരാൻ പോകുന്ന ദേശത്ത് എൻ്റെ ദൈവം നിശ്ചയമായി നിന്നെ നടും. ഹല്ലേലൂയ. ദൈവം നിന്നെ നടും. ദൈവം നിന്നെ നട്ടാൽ നിന്റെ ഫലമുണ്ടാകാതിരിക്കില്ല. ദൈവം നിന്നെ നട്ടാൽ നിനക്ക് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ മുൻപിൽ ഏകദേശ മേഖലകൾക്കകത്ത് ഫലം വെളിപ്പെടാതെ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഇടിവിൽ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ പഠിച്ച പണി പഴുതിനെട്ടും നോക്കി, എന്നിട്ടും ഒരു റിസൾട്ട് കാണാൻ കഴിയുന്നില്ല, ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ എവിടെയൊക്കെ ശൂന്യത അനുഭവിക്കുന്നു ദൈവദാസനെ എന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. എൻ്റെ ദൈവം നിന്നെ നടും. മാൻ, എൻ്റെ ദൈവം നിന്നെ നടും. ദൈവം നിന്നെ നട്ടു കഴിഞ്ഞാൽ ദൈവം നട്ട ദേശത്തുനിന്ന് നിന്നെ പറിച്ചു കളയാൻ കഴിയില്ല. അർത്ഥം, ദൈവം നിന്നെ നട്ടാൽ നിന്നിലുള്ള ഫലത്തെ, നിന്റെ വളർച്ചയെ, നിന്റെ ഉയർച്ചയെ ആർക്കും തകർക്കാൻ കഴിയില്ല. ആമോസ് 9:15 ഇങ്ങനെ പറയുന്നു, അവൻ നിന്നെ ദേശത്തു നടും. ആ ദേശത്ത് നിന്ന് നിന്നെ പറിച്ചു കളയാൻ ആർക്കും കഴിയില്ല, ഒരു വ്യക്തികൾക്കും കഴിയില്ല, ആരും നിന്നെ പറിച്ചു മാറ്റുകയില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, വിശ്വസിക്കുക, നിന്നെ ആർക്കും പറിച്ചു മാറ്റാൻ കഴിയില്ല. കാരണം നിന്നെ നട്ടത് ഏതോ ഒരു വ്യക്തിയല്ല, ഏതോ മനുഷ്യനല്ല, നിന്നെ നട്ടത് ദൈവമാണ്. അതേ പ്രിയരെ, വിശ്വസിക്കുക. ദൈവം നിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ
അർഹതയില്ലാത്ത ഫലം നിന്നിൽ കായ്ക്കും, നിന്നിൽ വെളിപ്പെടും. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ പറയാൻ കഴിയുമോ? നീ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ. ആ പദം ഒന്ന് പറഞ്ഞാട്ടെ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്തുകൊണ്ട്? നിന്നെ നട്ടത് ദൈവമാ, നിന്നെ നട്ടത് ദൈവമാ, നിന്നെ ചേർത്ത് പിടിച്ചത് ദൈവമാ. ദൈവം നട്ടതിനെ പറിച്ചു കളയാൻ ഉലകത്തിൽ ഒരു ശക്തികൾക്കും കഴിയില്ല. ഞാൻ നിങ്ങളെ ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ ആർക്കൊക്കെ വേണ്ടി ഏതൊക്കെ ദേശങ്ങൾ തുറന്നു വരികയാണ്. ഇന്ന് പകൽ ഈ ശബ്ദം ഞാൻ ഇങ്ങനെ കൈമാറുമ്പോൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഈ ദൂത് ഏറ്റെടുക്കണം. നിങ്ങളെപ്പോലെ ഈ പ്രഭാതത്തിൽ ഞാനും ഈ ദൂത് ഏറ്റെടുക്കുക. ഏതൊക്കെ ദേശങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരാൻ പോവുക. ഇന്ന് പകൽക്കാലം ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ ദൂത് ചിലരോട് കൈമാറണം. അവരോടും ദൈവം ഈ ദൂതിലൂടെ കൈമാറും. ശബരതലകളുടെ ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ വചനം നിങ്ങളുടെ മേൽ റിലീസാകുമ്പോൾ, വചനം വലിയ മാനിഫെസ്റ്റേഷനുകൾ നിന്റെ ജീവിതത്തിനകത്ത് ചെയ്തു തുടങ്ങും, നിന്റെ കുടുംബത്തിനകത്ത് ചെയ്തു തുടങ്ങും. അസാധാരണമായ ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ ഇടങ്ങൾക്കകത്ത് ദൈവാത്മാവ് ചെയ്തു തുടങ്ങും. ഇപ്പകൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് നടാൻ പോകുകയാണ്. അവിടെ നിന്ന് നിന്നെ പറിച്ച് കളയുകയില്ല, പറിച്ച് കളയാൻ ആർക്കും കഴിയില്ല. നീ ഫലമുള്ളവനായി മാറും. ഷാരാധാരകൾക്ക് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല കർത്താവേ, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പനെ പ്രത്യേകാൽ ഹൃദയം തുറന്ന് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ നിമിഷം ഞാൻ അവരെ ഈ ദൂത് കൈമാറി പ്രാർത്ഥിക്കുക. ഈ നിമിഷം അവിടെ മേൽ ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദേശം വെളിപ്പെടട്ടെ. അവിടെ അങ്ങ് നടണമേ. അങ്ങ് നട്ടാൽ ആർക്കും പറിച്ചു കളയാൻ കഴിയില്ല, അങ്ങ് നട്ടാൽ ആർക്കും ഒതുക്കിക്കളയാൻ കഴിയില്ല. ഞങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറന്നു വരട്ടെ, പട്ടണങ്ങളുടെ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറന്നു വരട്ടെ, ദേശത്തിൻ്റെ വാതിലുകൾ തുറന്നു വരട്ടെ. അസാധാരണമായ മാനിഫെസ്റ്റേഷനുകൾ ഈ കുടുംബത്തിനകത്ത്, ഈ തലമുറകൾക്കകത്ത് വെളിപ്പെടട്ടെ. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഈ പകൽ അവരുടെ മുൻപിൽ വാതിലുകൾ തുറക്കട്ടെ, പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉയർച്ചകൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ഈ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദേശത്ത് നടും. അവിടം കൊണ്ട് തീരില്ല, ചില ദൈവപ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങൾക്ക് ഈ ദൂത് അനുഗ്രഹമായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആമേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. പ്രാർത്ഥന ആവശ്യമുള്ളവർ ആമേ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവം വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അസാധാരണമായ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. പകൽക്കാലം ആരും മിസ് ചെയ്യരുത്. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ സന്ദേശം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ഗോഡ് ബ്ലസ് യു. ആമേൻ.